ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ റെജീന ടീച്ചർ. വെൽക്കം ടു സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ. സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ 8ാം ക്ലാസ്സിലെ നമ്മുടെ കേരള സിലബസിൻ്റെ ഫസ്റ്റ് ടൈം എക്സാം ആൻസർ കീയാണിപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ടീച്ചർ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. നിങ്ങൾ അത് വ്യൂ ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വ്യൂ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് വീഡിയോ വ്യൂ ചെയ്യുക. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 4 മാർക്കും 5 മാർക്കും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. Question number 14. Okay. Answer the following questions 14 and 15 in detail. Each carries 5 score. Okay. Sorry. 5. നമുക്കതിന് മുമ്പ് 12th ക്വസ്റ്റ്യൻ എടുക്കണം. Answer the questions 12 and 13 in 4 or more sentences. Each carries 4 score. അപ്പോൾ 4 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസ് 2 എണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു എന്താണ് സഹായം കിട്ടിയിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻസിനെല്ലാം ഓർ ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള, ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതുതന്നെ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പം നിങ്ങൾ ഫുൾ ഓഫ് ടൈമിൽ ഈ 2 ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിക്കുക. അതിനുശേഷം ഏത് ക്വസ്റ്റ്യനിലാണോ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾ പലരും എ ആണ് ചെയ്തതെങ്കിൽ വേറെ കുറച്ച് കുട്ടികൾ ബി ആയിരിക്കും ചെയ്തത്. അപ്പോൾ 2 നമുക്ക് നോക്കാം. 4 മാർക്കുള്ളത് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. ഇത് 4 ഓർ മോർ സെൻറ്റൻസസ് നമുക്ക് ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ആൻസറിൽ 4 പോയിൻറ്റ്സ് ഓർ മോർ പോയിൻറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, മിനിമം 4. ഹൗ ഡിഡ് ദ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ആൻഡ് റൈറ്റ് വാരി സിസ്റ്റം അഫക്റ്റ് ഇന്ത്യൻ ഫാർമേഴ്സ്? 2 ടാക്സ് പോളിസീസിനെ പറ്റിയാണ് നമ്മൾ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, സെക്കൻഡ് വൺ റൈറ്റ് വാരി. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 3 തരത്തിലുള്ള പോളിസികളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത് ടാക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട്. അതിൽ 4 മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം എഴുതിയാൽ മതി. ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് എഴുതുന്നതിന് നമുക്ക് 2 പോയിൻറ്റ്സ് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ അടുത്തത് എഴുതുന്നതിന് നമുക്ക് വീണ്ടും 2 സ്കോർ കൂടി കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്കൊരു 4 സ്കോറ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് കിട്ടും, അല്ലേ? ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ. Farmers found it difficult to pay the high tax even. If crops were damaged due to flood or drought, there was no relief for farmers. They had to pay to rely on these money lenders to avoid losing their farmland. So, debt-ridden farmers lost their land. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റിൽ ആരാണ് പേ ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു കളക്ഷൻ, അവരെ ഡയറക്റ്റ് കളക്ഷൻ ആയിരുന്നോ അതോ മറ്റ് ലാൻഡ് ലോഡ്സ് വഴിയായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഈ ആൻസർ കുറച്ചുകൂടി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അത് ഓക്കെയാണ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ദെൻ B. The Neelam Peasant Revolt of 1859 in Bengal was the most important agrarian revolt against the British colonial rule. Explain the circumstances to led to this revolt. അപ്പോൾ ഈ നീലം റിവോൾട്ടിലേക്ക് എത്താനുള്ള സർക്കംസ്റ്റാൻസസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ്
led to Neelam Revolt, Neelam Peasant Revolt of 1859. The British planters, that is indigo planters, forced the farmers to cultivate the indigo plant. Then for the factories established in the villages, indigo produced from the indigo plant could be sold only to the British. The British paid less amount or less price than the market price for the indigo farmers. This led to severe food shortage and exploitation and economic hardship. With the discovery of this artificial dyes, what happened? The demand for indigo decreased and the poverty increased. The peasants turned to the path of agrarian agitation against the British farmers, British planters. Okay, Vishwas and Vishnu, these two leaders, this Dayambar Vishwas and Vishnu Vishwas, they were the leaders of this indigo revolt. Farmers abandoned their indigo cultivation. Indigo factories were then attacked. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന എല്ലാ പോയിൻറ്റ്സും നമുക്കിവിടെ എഴുതാം. അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം എന്നുള്ളതിൻ്റെയും അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, നമ്മുടെ ഫാർമേഴ്സ് എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് അവരൊരു അജിറ്റേഷനിലേക്ക് പോയത്, ഇങ്ങനെയുള്ള എല്ലാം ചേർത്ത് നമുക്കറിയാവുന്ന എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഈ ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എല്ലാം നമുക്ക് എഴുതാം. അപ്പോൾ ഒരു ലോങ് ആൻസർ പോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13. Explain the circumstances that led to the strengthened Indian nationalism based on the given hints. അവിടെ ഹിൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ഈ ഹിൻഡ് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ ഹിൻഡ് തന്നെ നമ്മൾ എടുക്കുന്നു, അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ നാഷണലിസം സ്ട്രെങ്തൻ ചെയ്തത്? ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. The British transformed India to a colony for raw materials, for collecting raw materials and a market for their goods. They aimed for economic exploitation. This policy resulted widespread unemployment and poverty, promoting diverse groups including farmers, artisans and small traders and tribal communities to rebel against the British rule. Dadabhai Navroji, R.C. Datta and Madhavdev Govinda Ranade, they studied detailed about the economic exploitation by the British. So this British economic exploitation was the real reason for promoting nationalism among the Indians. Okay, then second point, Western education. You have to underline that keyword, Western education. The British introduced modern English education in India in 19th century to assert their cultural superiority and create a complement class. ഓക്കെ, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി they started English education in 19th century in India. So what happened? These educated Indians, they gained exposure to Western ideas and ideals like democracy, freedom and civil rights. Okay, this new found awareness led them to question British rule and sparkled discussion about ending the British rule. English also facilitated communication among diverse regional groups. Western education helped Indians to understand their nation's economic and social shortcomings. ഇപ്പോൾ 2 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ വിശദീകരിക്കേണ്ടി വന്നത്. ഒന്നാമത്തേത് അവരുടെ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, രണ്ടാമത്തേത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എങ്ങനെ ഇന്ത്യൻസിനെ ഹെൽപ്പ് ചെയ്തു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയ ഇന്ത്യക്കാരെ ഏത് രീതിയിലാണ് ചിന്തിച്ചത്? അവർ ബ്രിട്ടീഷുകാർ ചിന്തിച്ച പോലല്ല ചിന്തിച്ചത്. അവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ എക്സ്പ്ലോയിറ്റേഷനെ പറ്റി, ഇന്ത്യയുടെ പോവർട്ടിയെ പറ്റി, ബ്രിട്ടീഷുകാരുടെ റൂളിൽ നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്സിനെ പറ്റി ചിന്തിക്കാനും
അതിനെതിരെ പ്രവർത്തിക്കാനും അവർക്ക് കരുത്ത് ലഭിച്ചു. അപ്പം ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച ഫലമല്ല ചെയ്തത്. ദിസ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ യുണൈറ്റ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് ഇംഗ്ലീഷ് ബിക്കം എ കോമൺ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതുക. നിങ്ങൾക്ക് ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ രണ്ടും എഴുതിയിരിക്കണം. എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എഴുതുന്നതിന് 2 മാർക്കും വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എഴുതുന്നതിന് 2 മാർക്കുമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ഇനി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആൻസർ ദ ക്വസ്റ്റ്യൻസ് 14 and 15 ഇൻ ഡീറ്റെയിൽ. ഇപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് പോലും പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാമെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ഉള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ. അവിടെ നിങ്ങൾക്ക് ഒരു പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാവുന്ന എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് എഴുതാം. അത് 4 പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് എന്ന് പോലും ഇവരൊരു റെസ്ട്രിക്ഷൻ ഇവിടെ പറയുന്നില്ല. ഇൻസ്ട്രക്ഷനിൽ പറയുന്നത് ഇൻ ഡീറ്റെയിൽ എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പം നമുക്ക് ലഭിക്കുന്നത് 5 മാർക്കായിരിക്കും. ഇവിടെ എ ബി അല്ലേ, അതിന് നമുക്ക് ഓപ്ഷനുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് initiated the social reform in India. Explain the major activities of രാജാറാം മോഹൻ റോയ് in social reform movement. അപ്പോൾ രാജാറാം മോഹൻ റോയിയെ പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമോ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസിനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആൻസർ എഴുതാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. ഹി ഇനീഷ്യേറ്റഡ് സോഷ്യൽ റീഫോം. ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഹി വാസ് ദ പയനിയർ. ഹി വാസ് ദ പയനിയർ ഇൻ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്. അദ്ദേഹമാണ് ഫസ്റ്റ് വൺ. He initiated social reform in India. He had profound knowledge in Hinduism, Islam, Christian and Judaism. He was introduced by French Revolution. He was influenced by French Revolution. He played a crucial role in abolishing sati through Brahma Samaj. He started a new social reform movement, Brahma Samaj, and it was his he take the initiation for abolishing sati, a social evil. Okay, then he started so many modern schools. He stood against polytheism, polygamy and child marriage. അപ്പം നിങ്ങൾക്ക് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എഴുതുക. ഹി ആർഗ്യൂഡ് ഫോർ വിമൻ റൈറ്റ് ടു ഇൻഹെറിറ്റ് right. And Rajaram Mohan Roy, he Sambad Kaumudi, he started to newspapers and Miratul Akbar in Persian language and Sambad Kaumudi in Bengali language. അപ്പോൾ ഇതെല്ലാം ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്, ഹീസ് ദിസ് ബ്രഹ്മ സമാജ് സോഷ്യൽ റീഫോം മൂവ്മെൻറ്റ് ആൻഡ് ദ 2 newspapers he started. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതുക. അപ്പോൾ ഇത് പോയിൻറ്റ്സൊക്കെ എഴുതുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. പാരഗ്രാഫ് അല്ല, പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഓർ ക്വസ്റ്റ്യൻ. ദ റിവോൾട്ട് ഓഫ് 1857 was an organized rebellion in India against the British. Analyze the revolt based on the following hints. അപ്പോൾ അവിടെ ഹിൻഡ് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് 1857 നടന്ന നമ്മുടെ റിവോൾട്ടിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ആരൊക്കെയാണ് നടത്തിയെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിലുള്ള ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, ആർട്ടിസാൻസ്, പെസൻസ്, ദെൻ ലോക്കൽ ചീഫ്റ്റൻസ്, സ്റ്റുഡൻസ് ആൻഡ് സോൾജിയേഴ്സ്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് നടത്തിയത് ആ ഒരു റിവോൾട്ട് ഓഫ് 1857 നിങ്ങൾക്കറിയാം.